ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അരക്കപ്പ് തേങ്ങ ചിരകിയതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നന്നായി അടിച്ചെടുത്തതാണിത്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് അതിലേക്ക് ഒഴിക്കാം. ഇത് നല്ല ലൂസും ആവരുത്, കട്ടിയാവരുത്. ഒന്ന് മാവ് ലൂസാക്കി എടുക്കാം. ഇത് കട്ടിയുണ്ട്. ഇപ്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ചുടുന്ന സമയത്ത് പാനിൽ നെയ്യൊന്നും തടവണമെന്നില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. വേണ്ടവർക്ക് പിന്നീട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടുന്നുണ്ട്. നമുക്കതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. 1 കരണ്ടി മാവ് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറുങ്ങനെ ഒന്നിങ്ങനെ അതിൻ്റെ മേതെ കൂടി തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. പിന്നീട് മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഈ വശം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ 2 വശവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് 1 കരണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാം, പിന്നെ മുട്ടക്കറീൻ്റെ കൂടെ കഴിക്കാം. നല്ല രുചിയാണ്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് 1 കരണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കത് മൂടി വയ്ക്കാം. അങ്ങനെ ഞാൻ ഈ മാവ് മുഴുവനും ചുട്ടെടുത്തു. ഒരു കപ്പ് കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.